സർക്കാർ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. കേരള തീരത്ത് മുങ്ങിയ കപ്പലിലെ രാസമാലിന്യം വലിയ പരിസ്ഥിതി നാശത്തിന് വഴിവെച്ചെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച നഷ്ടപരിഹാര ഹർജിയിലാണ് സർക്കാർ നാശം ചൂണ്ടിക്കാണിച്ചത്. തൃശൂർ, ആലപ്പുഴ, കൊല്ലം തീരങ്ങളിലായി ഡോൾഫിനുകളും തിമിംഗലവും അടക്കം 6 വലിയ സമുദ്രജീവികൾ ചത്തടിഞ്ഞതായി സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. മുങ്ങിയ കപ്പലിലെ രാസമാലിന്യമാണ് ജീവികൾ ചാവാൻ കാരണമെന്ന് സർക്കാർ നിലപാട്. കപ്പലിൽ നിന്ന് കടലിൽ വീണ പ്ലാസ്റ്റിക് മാലിന്യവും ജീവികൾക്ക് ഹാനികരമായിട്ടുണ്ടെന്നും സർക്കാർ ഹർജിയിൽ വ്യക്തമാക്കി. രാജ്യാന്തര ലഹരി ഇടപാട് കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. എഡ്സൺ ബാബുവിനെയും അരുൺ തോമസിനെയുമാണ് കോടതിയിൽ ഹാജരാക്കിയത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചു. അതേസമയം പ്രതികളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് NCB കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ,